ഓപ്പോയുടെ ഓപ്പോ K13 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K13 5G എന്നുള്ള ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ഇപ്പം നമ്മൾ ആദ്യം ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ബാറ്ററിയാണ്. 7000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അത് നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബോക്സിൽ തന്നെ ചാർജറും വരുന്നുണ്ട്. വളരെ മികച്ച ഒരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് വരുന്നത് ഇതാണ്. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 92.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 4 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പം ഈ ഒരു 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഇത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയൊന്നും കോംപ്രമൈസുകളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ആക്കിയിട്ടില്ല. അത്യാവശ്യം നല്ല UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ LPDDR4Xന്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 8ഓളം 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ വെറ്റ് ഹാൻഡ് ടച്ച് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് ഫോണിന്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ലാതെ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഏരിയ വരുന്നത് 5700 mm² ആണ്. അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ഷീറ്റ് ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ ഏരിയ വരുന്നത് 6000 mm² ആണ്. അപ്പോൾ നല്ല കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 15 ബേസിലുള്ള ColorOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 208 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.45 mm ആണ്. പിന്നെ IP65 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ IC പർപ്പിൾ അതുപോലെ തന്നെ പ്രിസം ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ 1.85 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് OmniVision OV50D40യുടെ മെയിൻ ക്യാമറ സെൻസറാണ്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നില്ല. പിന്നെ 2 മെഗാപിക്സലിന്റെ 2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഈ ഫോണിൽ വരുന്നില്ല. അപ്പം ബാക്ക് ക്യാമറ സെൻസറിന്റെ കാര്യത്തിൽ വോയിസിന്റെ സപ്പോർട്ടോ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ 2.45 അപ്പേഴ്സിൽ വരുന്ന സോണി IMX480യുടെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. വളരെ മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 17,999 രൂപയാണ്. 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 19,999 രൂപയാണ്. പിന്നെ ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ ഓപ്പോയുടെ വെബ്സൈറ്റ് വഴിയുമാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഏപ്രിൽ 25 മുതലാണ് ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ HDFCയുടെ SBIയുടെ അതുപോലെ തന്നെ ICICIയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഓപ്പോയുടെ ബെസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പം വളരെ മികച്ച ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല പ്രോസസ്സറും വരുന്നുണ്ട്. തരക്കേടില്ലാത്തൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മെയിനായിട്ട് വേണ്ടത് ബാറ്ററിയും അതിൻ്റെ കൂടെ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വരുന്ന ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. എന്തായാലും ഇതിൽ നല്ല ബാറ്ററി സെറ്റപ്പും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.